എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമ്മളിപ്പോൾ കോഴിക്കോടുള്ള ഈസ്റ്റ് ഹിൽ സ്ഥലത്തെ പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിലാണുള്ളത്. പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതി വിശദമാക്കുന്ന കാഴ്ചകളുടെ ഒരു കലവറയാണ് ഈ മ്യൂസിയം. ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ സന്ദർശിക്കുന്നുണ്ട്, പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇവിടെ സന്ദർശിക്കുമ്പോൾ മുക്കം KMCTയിലെ വിദ്യാർത്ഥികൾ പുസ്തകവും പെന്നുമൊക്കെയായി കൂട്ടമായി ഇരുന്ന് ഓരോ വസ്തുക്കളും വളരെ ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് അവിടെ പഠന പ്രവർത്തനം വിജയപ്രദമായി നടത്തുന്നുണ്ട്. കേൾവി മാത്രമല്ല, കാണാനും അതുപോലെ കണ്ടറിയാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു പാഠശാല തന്നെയാണ് ഈ മ്യൂസിയം. കോഴിക്കോടിൻ്റെ ഒരു അഭിമാന സ്തംഭമാണിത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജനങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നു, അവരുടെ ജീവിത രീതി എന്തായിരുന്നു എന്നെല്ലാം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ശില്പങ്ങളായാലും വസ്തുരൂപങ്ങളായാലും ഒക്കെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുള്ള ഓരോ ശിലാപ്രതിമകളും വളരെ ആകർഷകമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഈ ആധുനിക കാലഘട്ടത്തിലുള്ള നിർമ്മിതികളല്ല. യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് കൊത്തിയെടുത്തുണ്ടാക്കിയ കാഠിന്യമേറിയ കരിങ്കൽ ശിലകളിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ ശില്പങ്ങൾ ഇന്നും ചാരുതയോടെ ഈ മ്യൂസിയത്തിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളാണ്, ഒന്നിനൊന്ന് മികച്ച ഇതൊക്കെ എന്ത് ആകർഷകമാണ്. പെയിൻറ്റിങ് ആയാലും അതിൻ്റെ രൂപഭംഗി നോക്കിയേ. അതിനോടനുബന്ധിച്ചുള്ള അതിന് ചേർന്നിട്ടുള്ള ഒരു പേര് തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. പുഷ്പാലങ്കാര ഫലകം എന്നാണ്. പുഷ്പാലങ്കാര ഫലകം വളരെ ആകർഷകമായിട്ടുണ്ട്. ഓരോന്നും വിശദമായ അതിൻ്റെ താഴെ ഏത് നൂറ്റാണ്ടിലുള്ളതായിരുന്നു എന്നുകൂടി കിം പുരുഷൻ 15-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കാണുക, കണ്ണിറയെ കാണുക. നമ്മളുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന ഭാഷ, എഴുത്ത്, അതെല്ലാം ഇവിടെ ചിത്ര രൂപത്തിലായാലും ലിഖിത രൂപത്തിലായാലും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ശിലകളിലെ കൊത്തുകളും ഭാഷ പാലയാട് ലിഖിതം എന്നെല്ലാമാണ് ഇതിന് പറയുന്നത്. നോക്കൂ, എത്ര ആകർഷകമായ പാത്രങ്ങളാണ്, എന്ത് ഫിനിഷിംഗാണ് ഈ പാത്രങ്ങൾക്കുള്ളതെന്ന് നോക്കിയേ. വളരെ ആകർഷകമായ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഇതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്ന തെളിവുകളാണ്. 4 കാലുള്ള ഭരണിയാണ്. പക്ഷേ ഇവിടെയെല്ലാം ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതൊന്നും പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ വീടുകളിൽ, അന്ന് വീടുകൾ തന്നെ ഉണ്ടോ എന്ന് പറയാൻ വയ്യ. അപ്പോൾ അന്ന് ധനാഢ്യന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ സമ്പാദ്യമായിരിക്കാം ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ജനകീയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന
പാത്രങ്ങളെപ്പോലെ ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇത് നോക്കിയേ, വളരെ വിചിത്രമായ ഒരു പാത്രമാണ്. ഇതിൻ്റെ പേര് ശവപ്പെട്ടി എന്ന മറ്റാണ്. മുത്തുമാലകൾ, സ്ത്രീകൾ പണ്ട് മുതലേ, സ്ത്രീകളല്ല പുരുഷന്മാരും ധാരാളമായി ധനാഢ്യന്മാർ ഇതുപോലുള്ള വിലയേറിയ അമൂല്യങ്ങളായ മാലകൾ ഉപയോഗിച്ചിരുന്നതായി ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും ഒരു സ്വപ്നങ്ങളായിരുന്നു ഇവ. ചെങ്കൽ ഗുഹകളിൽ നിന്നും കിട്ടിയ, പറയാതിരിക്കാൻ വയ്യ, ഇത് ഒരു സ്ഥലത്തു നിന്ന് മാത്രം ലഭിച്ച ശേഖരങ്ങളല്ല കേട്ടോ. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും കിട്ടിയ പുരാവസ്തുക്കളാണ് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അറിവിൻ്റെ ഒരു മായാലോകം തുറന്നുകൊണ്ട് പത്തിക്കല്ലിൻ്റെ മാതൃക. എന്താണ് ഈ പത്തിക്കല്ല് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കൂ, അത് അടുക്കി വെച്ച ഒരു മനോഹര ശില്പമാതിരി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് ക്ലാരിറ്റിയാണ് ഇവ നോക്കിയേ. അത്രയും സൂക്ഷ്മമായിട്ടാണ് ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കരവിരുതിന് വലിയൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം ചിലപ്പോൾ അടിമകളെപ്പോലെ പണിയെടുത്തിട്ടായിരിക്കാം ഇവ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വളരെ പുതുപുത്തനായിട്ട് അതവിടെ പരിപാലിച്ചു പോരുന്നു, സംരക്ഷിച്ചു പോരുന്നു. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. അറിവിൻ്റെ ഒരു കലവറയാണ്. ഓരോരുത്തരുടെയും കരവിരുതുകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വസ്തുക്കൾ അതിമനോഹരം എന്നേ പറയാവൂ. വലിയ വലിയ ഇല്ലങ്ങളിലും പ്രതാപരായ വീടുകളിലുമൊക്കെ ഇതുപോലുള്ള ചീനഭരണികളും ഒക്കെ ഇന്നും കാണാവുന്നതാണ്.